ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഏതാണ്ട് ഒരു 90% സെയിം ടേസ്റ്റിൽ വരുന്ന ബൂസ്റ്റ് പൗഡർ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് കേട്ടോ. എല്ലാവരുടെയും അടുക്കളയിൽ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ഐറ്റംസ് മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇത് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ബൂസ്റ്റ് പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള ഐറ്റംസ് എല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ 3 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി, പിന്നെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ പാൽപ്പൊടി, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു 20 കാഷ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 12 to 15 വരെ ബദാമും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടുന്നത്. അഥവാ നിങ്ങളുടെ കയ്യിൽ കാഷ്യൂ ഇത്രക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ, നിലക്കടല, ആ നിലക്കടല ഒരു 2 ടേബിൾ സ്പൂണോളം എടുക്കുക. എന്നിട്ട് ഒരു 10-12 കാഷ്യൂ എടുത്താൽ മതി കേട്ടോ. പകുതി ആക്കിയിട്ട് എടുത്താൽ മതി. നിലക്കടല ഇല്ലെങ്കിൽ കാഷ്യൂ അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്കിനി ഇതെല്ലാം ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് പൗഡറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നുറുക്കിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചൂടായിട്ട് കിട്ടും. എല്ലാ സൈഡും ഒരുപോലെ റോസ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക, കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ചൂടാക്കി എടുക്കുക. ഒട്ടും തീ കൂട്ടി വെക്കരുത് കേട്ടോ, കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കരിവ് ഫ്ലേവർ വരും. അതുകൊണ്ട് ഫ്ലെയിമിൻ്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് മാത്രം മതി, ഒരുപാട് സമയമൊന്നും വേണ്ട ചൂടാക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ എന്തായാലും ഒരു 100% ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നൊന്നും ഇല്ല കേട്ടോ. എന്തായാലും ഒരു 90% എനിക്ക് ആ സെയിം ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വേറെ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും ഒന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് ഡ്രിങ്കൊക്കെ കൊടുക്കാൻ പറ്റുമല്ലോ നമുക്കിങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന സമയത്ത്. അതാണ് നമുക്ക് മെയിനായിട്ട് ഇതിലൂടെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നോക്കുക, കാരണം നല്ല ഹെൽത്തിയാണ്. വേറെ ഒരു കെമിക്കൽസും നമ്മളിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ബദാമും കാഷ്യൂ ഒക്കെ അത്യാവശ്യം നല്ലപോലെ ചൂടായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയില്ലേ, 3 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഇതും ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒരു എന്താ പറയുക, ഒരു കരിവ് മണമൊക്കെ വരും. അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക. നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു സമയം തന്നെ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഗോതമ്പ് പൊടിയും നട്ട്സും എല്ലാം നമ്മുടെ നല്ലപോലെ ചൂടായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യുക. ഒരുപാട് നല്ലപോലെ തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ഇപ്പോൾ നമ്മുടെ ചൂടാക്കിയ ഐറ്റംസ് എല്ലാം കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് അത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കൊക്കോ പൗഡർ ഉണ്ടല്ലോ, അത് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയുടെ അളവിൽ നിങ്ങൾക്ക് കുറച്ച് കുറയ്ക്കുക കേട്ടോ, ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ. എന്നിട്ട് നിങ്ങൾ നമ്മുടെ പാലിൽ കലക്കുമല്ലോ ബൂസ്റ്റ് പൗഡർ, ആ സമയത്ത് ഇട്ട് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ബൂസ്റ്റ് പൊടി കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കാണുന്നില്ല, കുറച്ചൊരു മധുരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലപോലെ ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബൂസ്റ്റ് പൊടി റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ല ചെയ്യാനായിട്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ ആ കളറും സെയിം കളറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചില ബൂസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതിലിടയ്ക്കൊരു മഞ്ഞ കുരുകുരു പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് ചിലതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, എല്ലാ ബൂസ്റ്റിലൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ഇതിപ്പോൾ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ഗ്ലാസ് പാലിലൊന്ന് കലക്കിയിട്ടും കൂടി കാണിച്ചു തരാം ലാസ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ മെയിൻ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് മായം ചേർക്കാതെ
വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഹെൽത്തി ആയിട്ട് കുടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് കേട്ടോ ഈ ഒരു ഇതുപോലത്തെ ഐറ്റംസെല്ലാം നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന സമയം കൊണ്ട്. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ് നല്ല ചൂടുള്ള പാലെടുത്തിട്ട് അതിലേക്ക് പൗഡർ ഒന്ന് കലക്കി കൊടുക്കുന്നുണ്ട്. നല്ല കാണാനൊക്കെ സെയിം പെർഫെക്ഷൻ തന്നെയാണ് കേട്ടോ, കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഏതാണ്ട് ഒരു 90-92% എനിക്ക് സെയിം ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻസിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്